കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 53-54 വാക്യങ്ങൾ. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു. ഇത് യേശുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശു തന്നെ പറഞ്ഞ ഒരു വാചകമാണ്. 12 ലഗ്യോനിലധികം ദൂതന്മാരെ സ്തോത്രം ദൈവത്തോട് അപേക്ഷിച്ചു കൂടാ എന്ന് നിങ്ങൾക്ക് തോന്നും. അതിൻ്റെ അർത്ഥം അത്രയ്ക്കും ഒരു ലഗ്യോൻ എന്ന് പറയുന്ന 6000 അപ്പം 12 ലഗ്യോൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം ദൂതന്മാർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്കിനു വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തിരിച്ചയമാണ് അല്ലേ? അത് നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാൽ ഈ തിരുവെഴുത്തിൻ പ്രകാരം ഇത് നടക്കണം എന്നുള്ളത് സ്തോത്രം തിരുവെഴുത്ത് ഇങ്ങനെ നിവർത്തി വരുമെന്നുള്ളത് ദൈവപദ്ധതിക്കകത്ത് വരുന്ന കാര്യമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, യേശുവിൻ്റെ ക്രൂശീകരണത്തെ ബന്ധപ്പെടുത്തി പറയുന്ന ചില വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. സഹിഷ്ണുതയോടെ സഹനത്തോടെ യേശു കർത്താവ് ആ ക്രൂശിനെ സഹിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ? തിരുവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രോമം കത്രിക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, കുഞ്ഞാടിനെ പോലെ, ചെമ്മരിയാടിനെ പോലെ മൗനമായ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രതികരിക്കാൻ കഴിയുമായിരുന്നിട്ടും സ്തോത്രം പ്രതികരിക്കാൻ സാധ്യതകളുണ്ടായിരുന്നിട്ടും യേശു എന്ന ദൈവത്വത്തെ, യേശുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ യേശുവിന് കഴിയുമായിരുന്നിട്ടും യേശു ഇതൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ്. നമ്മളൊക്കെ ചില സമയത്ത് ഒരുപക്ഷെ മാനുഷികമായ ചിന്തകൾക്ക് ഇത്രയും പ്രതിസന്ധികൾ വരുമായിരുന്നു. റോമൻ പടയാളികളോ ഇല്ലെങ്കിൽ യഹൂദന്മാരോ ഇത് എതിരാക്കുമായിരുന്നു, കർത്താവ് അതിന് വെളിപ്പെടുത്തി കൂടായിരുന്നോ എന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം. എന്നാൽ അതൊരു ദൈവ പദ്ധതിയാണ്. അത് ചിലതിന് മറച്ചു വയ്ക്കപ്പെടണമെന്നുള്ളതും ചിലത് മനസ്സിലാകാതെ ഇരിക്കണമെന്നുള്ളതും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ചില മേഖലകളിൽ നമ്മൾ മൗനമായേ ഒക്കത്തുള്ളൂ, ചില മേഖലകളിൽ നമ്മൾ ശാന്തമായേ ഒക്കത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ദൈവ പദ്ധതിക്കായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ ആ ഒരു ദൈവിക നന്മ, ദൈവിക അനുഗ്രഹത്തെ നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകുടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കുക. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.